आपकी महिमा गाने के लिए प्रभु। हम प्रभु जी आपको धन्यवाद देने वाले हमें आप बनाइए, किसी मनुष्य पे आश्रय नहीं प्रभु जी, हम सिर्फ आपकी ओर देखते हैं प्रभु जी, क्योंकि हमारा आशा का केंद्र यीशु मसीह आप है प्रभु जी। हालेलुया। क्योंकि आपने कहा है प्रभु जी, जगत के अंत तक हम हमारे साथ है प्रभु जी। आपका वचन, आपका प्रॉमिसेस हमारे साथ है। हम आपको धन्यवाद करते प्रभु जी। हमारे हर एक रोगों को आपने चंगा किया प्रभु जी। हम आपकी ओर देखते प्रभु, आपकी ओर से आशीष को पाकर दिन प्रतिदिन दूसरों तक उस संदेश को सुनाने के लिए हम हर एक को प्रभु जी हिम्मत दीजिए प्रभु जी। धन्यवाद कर आज दिए हुए दान को तेरे हाथों में समर्पण करते प्रभु। सब आपका दान है प्रभु जी, हम सब प्रभु जी आपके दान है प्रभु जी। हम आपके हाथों में समर्पण करते हैं संपूर्ण रूप से प्रभु जी। प्रभु जी सब तेरे राज्य की बढ़ोतरी के लिए इस्तेमाल में होने पाए प्रभु जी। आदर महिमा सब कुछ आपको सभी यीशु नासरी के नाम से मांगते हैं, आमीन। പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കാനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടിരിക്കണം. യെശയ്യാവിൻ്റെ പ്രവചനം അതിൻ്റെ 40-ാം അധ്യായം, ബുക്ക് ഓഫ് യെശയ്യ ചാപ്റ്റർ 40, 40-ാം അധ്യായം ഇതിൻ്റെ 28, 29, 30, 31 വാക്യങ്ങൾ ഒരാൾക്ക് വായിച്ച് സഹായിക്കാം. ചാപ്റ്റർ 40 വായിച്ചു. Amen. Praise the Lord. When we are reading Isaiah chapter 40, verse 31, actually we read 28, 29, 30, and 31. Let me read 31 for you in English. But who wait for the Lord shall renew their strength. They shall mount up with wings like eagles. They shall run and not weary. They shall walk, not faint. Praise the Lord. മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അല്ലേ? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം തണുപ്പത്തോടെ നടന്നപ്പോൾ കിട്ടിയ വാക്യമാണ്. ഞങ്ങളുടെ സ്ട്രീറ്റ് അടച്ചതുകൊണ്ട് ഏകദേശം 1.5-2 മൈലോളം നടക്കേണ്ടി വന്നു. ആ സമയത്ത് ദൈവം എൻ്റെ ഉള്ളിൽ തന്ന ഒരു വാക്യമാണ്. ഞാൻ പലപ്പോഴും വീണു പോകുമോ എന്ന് എനിക്ക് തോന്നി. അതുപോലെ സ്നോയും സ്ലീറ്റുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം എപ്പോഴും നമ്മളെ ആശ്വസിപ്പിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഈ വചനം ഞാൻ ധ്യാനിച്ചപ്പോൾ, when I was meditating this word, ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്നത് വെയിറ്റ് അപ്പോൺ ദ ലോർഡ് എന്നാണ്. സ്തോത്രം. നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഈ വാക്യം നമ്മൾ വായിച്ചത് എങ്ങനെയാണ്? യഹോവയെ കാത്തിരിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും യഹോവയെ കാത്തിരിക്കുന്നവരാണ്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളൊന്ന് സന്തോഷമായിട്ടിരുന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെയൊക്കെ മുഖം കാണുമ്പോൾ അയ്യോ പാസ്റ്റർക്ക് പനി വന്നല്ലോ എന്ന് വിചാരിച്ച് ഭാരപ്പെട്ടിരിക്കാതെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവമേ എന്നോട് അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം, ഒന്ന് സന്തോഷമായിട്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ കാത്തിരിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. when we are wait upon the Lord, നമ്മൾ ദൈവത്തെ കാത്തിരിക്കുമ്പോൾ എന്തോ സംഭവിക്കുമെന്നാണ് വായിച്ചത്? ശക്തിയെ പുതുക്കും. പ്രൈസ് ദി ലോർഡ്. renew your strength. ഹല്ലേലൂയ. if you are wait upon the Lord, ഹല്ലേലൂയ, you are renewing your strength. ഹല്ലേലൂയ. ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക് ദൈവം ശക്തിയെ പുതുക്കുവാനുള്ള
ദൈവകൃപ പകരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ കാത്തിരുന്ന ചില ഹല്ലേലൂയ ഭക്തന്മാരെ കുറിച്ച് ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിച്ച് ഈ ആരാധനയിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എല്ലാ വാക്യങ്ങളും എടുക്കാൻ സമയം വേർതിരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ കാത്തിരുന്നവർ, ഉൽപ്പത്തി പുസ്തകത്തിൽ the first book of the Bible, hallelujah, you can see a particular person named Noah. Praise the Lord. Noah, hallelujah, നോവയോട് ദൈവം അരുളി ചെയ്തു, hallelujah, മഴ പെയ്യും, hallelujah, പ്രളയം വരും, സ്തോത്രം, ഈ ഭൂമി മുഴുവൻ മൂടിപ്പോകും. അതിനു മുമ്പ് hallelujah, ദൈവം കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം ഒരു പെട്ടകമുണ്ടാക്കാൻ നോവയോട് ദൈവം അരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളൊരു കാര്യം ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. നോവ പണിയുന്നതിനോടൊപ്പം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഖദിരമരം കൊണ്ട് അല്ലെങ്കിൽ ഹല്ലേലൂയ ഓരോ മരങ്ങളും അത് ഹല്ലേലൂയ വെട്ടി മുറിച്ച് അത് ഹല്ലേലൂയ ട്രാൻസ്പോർട്ട് ചെയ്ത് ഹല്ലേലൂയ കൊണ്ടുവന്ന് ദൈവം കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം ഹല്ലേലൂയ whatever the plan of God, hallelujah, hallelujah, heavenly Father, he was giving the instructions after instructions to Noah and the family. Praise the Lord. Hallelujah. They were doing it. Hallelujah. ദൈവം കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം ഹല്ലേലൂയ മഴ എടുത്തോണ്ട് പോയി ഹല്ലേലൂയ മരം വെട്ടി അത് മുറിച്ച് താഴെ ഇട്ട് ഹല്ലേലൂയ അതിൻ്റെ കൊമ്പുകളെല്ലാം മുറിച്ച് അത് ഹല്ലേലൂയ അന്നത്തെ കാലത്ത് ഇതുപോലെ മിഷൻ കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഹല്ലേലൂയ മെഷീനുകളൊന്നുമില്ല. ഹല്ലേലൂയ തങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ആരോഗ്യം കൊണ്ട് ഹല്ലേലൂയ അവര് ഹല്ലേലൂയ അതെല്ലാം ദൈവം പറഞ്ഞതനുസരിച്ച് അത് പണിയുവാൻ ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. എന്നാൽ നോവയുടെ ഉള്ളിൽ ദൈവത്തെ കാത്തിരുന്നുകൊണ്ട് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളിലുള്ളൂ. ഈ പണിയെല്ലാം നടക്കുമ്പോൾ എന്തുവാണ്? ഹല്ലേലൂയ, മഴ വരുന്നുണ്ടോ, പ്രളയം വരുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. മഴ വരുന്നുണ്ടോ, പ്രളയം വരുന്നുണ്ടോ? സ്തോത്രം. ദൈവമക്കളെ, ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ, ദൈവം പറഞ്ഞനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവം പറഞ്ഞനുസരിച്ച് രക്ഷിക്കപ്പെടുന്നുണ്ട്, സ്നാനപ്പെടുന്നുണ്ട്, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്നുണ്ട്, സഭായോഗത്തിന് വരുന്നുണ്ട്, ദൈവത്തെ കാത്തിരിക്കുന്നുണ്ട്, കർത്താവിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നുണ്ട്. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തി ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരേ ഒരു കാര്യമുണ്ടായിരിക്കണം. എപ്പോഴാണ് നമ്മുടെ കർത്താവ് വരുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായ അനുഭവം. ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ, ഈ പ്രളയം വന്നപ്പോൾ സ്തോത്രം, ദൈവത്തെ അനുസരിച്ച ഈ നോവയും കുടുംബവും അല്ലാതെ മറ്റാരും ഹല്ലേലൂയ പെട്ടകത്തിനകത്ത് കയറിയില്ല. ഹല്ലേലൂയ, അവരെല്ലാം ഹല്ലേലൂയ ഇന്നാകട്ടെ നാളെ ആകട്ടെ അല്ലെങ്കിൽ ഈ ഹല്ലേലൂയ നോവ കാണിക്കുന്നത് എന്തോ കാര്യങ്ങളാ. ഇന്ന് വരെ ഹല്ലേലൂയ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, മഴ പെയ്തിട്ടില്ല. ഹല്ലേലൂയ, പ്രളയമൊക്കെ വന്നാൽ അത് ഹല്ലേലൂയ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച പോലെ 15% സ്നോയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ വളരെ ഈസി ആയിട്ടെടുത്തു. ഹല്ലേലൂയ. എന്നാൽ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ഹല്ലേലൂയ വഴിയോരത്ത് കിടക്കുന്ന നേരം വെളുക്കുന്നിടം വരെ. ഞങ്ങളുടെ ജോലിയിലുള്ള ചിലർ ഹല്ലേലൂയ വെളുപ്പിന് 4 മണിക്കൊക്കെയാണ് തിരിച്ച് ഓഫീസിൽ വന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു കാര്യം ഓർത്തുകൊള്ളണം. ദൈവം അരുളി ചെയ്യുന്നത് ഒരിക്കലും ലാഘവമായിട്ട് എടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മളോട് ഒരിക്കൽ പറയുമ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ദൈവത്തെ ആരാധിക്കുന്നത് സീരിയസ് ആയിട്ട് എടുക്കണം. ദൈവത്തിന്റെ വചനം വായിക്കുന്നത് സീരിയസ് ആയിട്ട് എടുക്കണം. ദൈവത്തെ ഹല്ലേലൂയ അനുസരിക്കുന്നത് സീരിയസ് ആയിട്ട് എടുക്കണം. ഹല്ലേലൂയ. ദൈവമക്കളെ, സ്തോത്രം, ഇതൊരു ഹല്ലേലൂയ കളിയ തമാശയുള്ള ഒരു കാര്യമല്ല. ദൈവസഭയിൽ കടന്നു വരുന്നത് ഹല്ലേലൂയ, ദൈവത്തെ സന്നിധിയിൽ ഇരിക്കുന്നത്, എഴുന്നേൽക്കുന്നത്, നടക്കുന്നത്, കിടക്കുന്നത് ഹല്ലേലൂയ ഭൂമിയുടെ അറ്റത്തോളം നീ എന്ന് പാർത്താൽ അവിടെയും ദൈവ സാന്നിധ്യമുണ്ട് എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പറയുന്നു, ഹല്ലേലൂയ, whoever is listening the instructions of the Lord, hallelujah, just like Noah, he was waiting for the flood. Hallelujah. വലിയ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രളയം ഹല്ലേലൂയ നോക്കി നോവ കാത്തിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിൻ്റെ 30-ാമത്തെ വാക്യം ഒന്ന് മലയാളത്തിൽ വായിച്ചേ. 40.
30 ബാല്യക്കാർ ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. യൗവനക്കാരോ ഇടറി വീഴും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ സ്തോത്രം. ഹല്ലേലൂയ. ചെറുപ്പക്കാരൊക്കെ ഹല്ലേലൂയ ക്ഷീണിച്ച് തളർന്ന് ഹല്ലേലൂയ പോകുന്നതായ ഒരു കാലമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം. ഹല്ലേലൂയ. ലോത്തും കുടുംബവും. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ബൈബിൾ അറിയാമല്ലോ. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഹല്ലേലൂയ അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങി തിരിച്ച ഹല്ലേലൂയ ലോത്ത് സ്തോത്രം പച്ചയായത് തിരഞ്ഞെടുക്കുവാൻ പോയി. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർ ഹല്ലേലൂയ ലോത്തും കുടുംബവും ചെന്ന് പെട്ടത് സോദോം ഗൊമോറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹല്ലേലൂയ. അവിടെ ചെന്നപ്പോൾ ഹല്ലേലൂയ ലോത്തിന് ഒരറിവ് കിട്ടി. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ ഈ സോദോമിനെ തീക്കായിട്ട് ഹല്ലേലൂയ മാറ്റിയിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ലോത്ത് കാത്തിരുന്നത് ഒരു ഫയറിന് വേണ്ടിയാണ്, ഒരു വലിയ തീക്ക് വേണ്ടിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാലിഫോർണിയയിൽ നടക്കുന്ന ഹല്ലേലൂയ ആ വലിയ സ്തോത്രം തീപിടുത്തം. സ്തോത്രം. ഹല്ലേലൂയ. 5000-ഓളം ആളുകളുടെ ഭവനങ്ങളാണ് കത്തി ഹല്ലേലൂയ ചാമ്പലായത്. സ്തോത്രം. ഇപ്പോഴും തീ അണയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ദൈവമക്കൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അരുളപ്പാടിനെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആലോചനയെ ഹല്ലേലൂയ വൃഥാവാക്കിയിട്ട് ഹല്ലേലൂയ സ്വന്തമായിട്ടുള്ള സ്ഥാനങ്ങളും മാനങ്ങളും ഹല്ലേലൂയ ഉയർച്ചകളും നന്മകളും ഒക്കെ വേണമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ ലോത്ത് പച്ചയായത് തിരഞ്ഞെടുത്ത് ദൈവത്തെ ആരാധിക്കുന്നത് മാറ്റിവെച്ച് ഹല്ലേലൂയ സ്ഥാനങ്ങൾക്ക് വേണ്ടി മാനങ്ങൾക്ക് വേണ്ടി ലോത്ത് പുറപ്പെട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദേശം മുഴുവൻ ആ രാജ്യം മുഴുവൻ ഹല്ലേലൂയ കത്തി ചാമ്പലാകുന്നത് ലോത്ത് കുടുംബവും കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളൊരു കാര്യം ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. ദൈവത്തെ കാത്തിരിക്കുന്നവര് ശക്തിയെ പുതുക്കുന്നത് എപ്പോഴാണ്? ഹല്ലേലൂയ. ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നു പോകും, യൗവനക്കാർ വീണു പോകും. ഹല്ലേലൂയ. എന്നാൽ യഹോവയിൽ മാത്രം ആശ്രയിക്കുന്നവർ മാത്രമേ ശക്തിയെ പുതുക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൽ ആരംഭിച്ച് ജഡത്തിൽ അവസാനിക്കുന്നവരാരും ഹല്ലേലൂയ ശക്തിയെ പുതുക്കത്തില്ല, അവർ നിലനിൽക്കത്തില്ല. അവർ ഹല്ലേലൂയ എന്നേക്കുമായി ഈ ലോകത്തിൽ ഹല്ലേലൂയ അവസാനിക്കുവാനിടയാകും. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ സ്നേഹത്തോട് ഓർപ്പിക്കട്ടെ, ഇവിടെ ആദ്യം നമ്മൾ ഹല്ലേലൂയ ചിന്തിച്ചു. നോവ ദൈവസന്നിധിയിൽ കാത്തിരുന്നു. ഹല്ലേലൂയ. പ്രളയം വന്നു, എന്നാൽ ദൈവത്തെ അനുസരിച്ച് അവനും കുടുംബവും നിലനിന്നു. അവൻ്റെ കുടുംബം രക്ഷ പ്രാപിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ലോത്തും കുടുംബവും ഹല്ലേലൂയ കാത്തിരുന്നു. വലിയ ഹല്ലേലൂയ ഫയർ കാത്തിരുന്നു, വലിയ തീയ കാത്തിരുന്നു. എന്നാൽ അവൻ ദൈവനും കുടുംബവും ദൈവത്തെ അനുസരിക്കാഞ്ഞത് കൊണ്ട് അവനുള്ളതെല്ലാം നഷ്ടമായി. ഹല്ലേലൂയ. എന്നാൽ മോശയുടെ കാര്യം വരുമ്പോൾ നമ്മളൊരു കാര്യം ഓർത്തുകൊള്ളണം. മോശ ഹല്ലേലൂയ he was waiting for 40 years hallelujah in the wilderness hallelujah. നമ്മളൊരു കാര്യം ഓർത്തുകൊള്ളണം. മോശയുടെ ജനനം മുതലേ ദൈവം മോശ വളരുവാനുള്ള എല്ലാ ക്രമീകരണമായി ചെയ്തു കൊടുത്തു. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ മോശയും കുടുംബവും മരുഭൂമിയിലായിരുന്ന സമയത്ത് ഹല്ലേലൂയ മോശ എപ്പോഴും ദൈവസന്നിധിയിൽ കാത്തിരുന്നു. സ്തോത്രം. ദൈവമേ, എന്നോട് എപ്പോഴാണ് നീ അരുളി ചെയ്യുന്നത്? ഹല്ലേലൂയ. അങ്ങനെ ദൈവ ശബ്ദം കേൾക്കുവാൻ മോശ 40 വർഷം കാത്തിരിക്കേണ്ടി വന്നു. സ്തോത്രം. ദൈവമക്കൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. 40 വർഷം മോശ ദൈവസന്നിധിയിൽ കാത്തിരുന്നപ്പോൾ ഹല്ലേലൂയ ദൈവശബ്ദം മോശയുടെ ചെവിയിൽ വന്നു. ഹല്ലേലൂയ. എന്താണ് ദൈവശബ്ദം വന്നത്? മോശയെ മോശയെ ഹല്ലേലൂയ എന്നുള്ള വിളിയാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും യാദൃശ്ചികമല്ല. ഇറ്റ് ഈസ് നോട്ട് കോയിൻസിഡൻസ്. എനിത്തിങ് ഈസ് ഹാപ്പനിങ്. ഹല്ലേലൂയ. ഇവിടെ വരുന്നതും ഇവിടെ ഇരിക്കുന്നതും ഈ ദൈവത്തിന് വചനം കേൾക്കുന്നതും ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുന്നതും എല്ലാം ദൈവത്താൽ നിർണയിച്ചിരിക്കുന്നതാണ്. തലയിലെ തലമുടി നാഴിക പോലും പൊഴിയുന്നത് അത് കൗണ്ട് ചെയ്തിരിക്കുന്ന ദൈവത്തിന് അറിയാം. നീ എവിടെ ജനിക്കണമെന്നും നീ എവിടെ വളരണമെന്നും നീ എവിടെ ഇരിക്കണമെന്നും നീ എവിടെ ദൈവത്തെ ആരാധിക്കണമെന്നും നീ എപ്പോൾ ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നും ദൈവത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, സ്തോത്രം,
ദൈവത്തിന്റെ ശബ്ദം മോശയുടെ കാതിൽ വന്നപ്പോൾ ഹല്ലേലൂയ, മോശ he was renewing his strength. ഹല്ലേലൂയ, മോശയുടെ ഹല്ലേലൂയ ആ തളർന്നു പോയതായ ഹല്ലേലൂയ ഹല്ലേലൂയ വിശ്വാസം, സ്തോത്രം ഹല്ലേലൂയ, മോശയുടെ ആ ചുറുചുറുപ്പ് ഹല്ലേലൂയ, ദൈവത്തിന്റെ ശബ്ദം അവന്റെ കാതിൽ വന്നപ്പോൾ, ദൈവത്തിന്റെ അള്ളപ്പാട് അവന്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ ഹല്ലേലൂയ, ദൈവം ഹല്ലേലൂയ അവനെ ഒരു വടി കൊടുത്ത് അധികാരപ്പെടുത്തിയപ്പോൾ പ്രൈസ് ദി ലോർഡ് അവന്റെ എല്ലാ തളർച്ചകളും മാറിപ്പോകുവാനിടയായി. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവമക്കളെ സ്തോത്രം, ദൈവത്തെ കാത്തിരിക്കുന്നവര് ശക്തിയെ പുതുക്കും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ജോസഫിന്റെ കാര്യം നമുക്ക് എടുത്തു നോക്കാം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഉള്ള ജോസഫ് നിങ്ങൾക്കറിയാമല്ലോ, എപ്പോഴും നിങ്ങളുടെ പാസ്റ്റർ പ്രസംഗിക്കുന്നതാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ജോസഫ് ഹല്ലേലൂയ ചെയ്യാത്ത കുറ്റത്തിന് 13 വർഷം ഹല്ലേലൂയ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഹല്ലേലൂയ. He was waiting for 13 long years in prison. ഹല്ലേലൂയ. എന്നാൽ ഈ കാത്തിരിപ്പിന് അർത്ഥമുണ്ടായോ? ഹല്ലേലൂയ. നിശ്ചയമായിട്ടും ജോസഫ് was waiting 13 years in prison. ഹല്ലേലൂയ. God Almighty restored him and rescued him. ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ അന്ന് വരെ ഉപയോഗിച്ചിരുന്ന വസ്ത്രം ഹല്ലേലൂയ മാറ്റി രാജവസ്ത്രം അവന് കൊടുത്തു. ഹല്ലേലൂയ. രാജകീയ അധികാരം അവന് കൊടുത്തു. സ്തോത്രം. ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഓരോന്നും ഹല്ലേലൂയ ജോസഫിന്റെ ജീവിതത്തിൽ നിവർത്തീകരിക്കുന്നത് തൻ്റെ സ്വന്തം സഹോദരങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാനിടയായി. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഹല്ലേലൂയ നമ്മൾ കാത്തിരിക്കുന്നതും നമ്മൾ ഉപവസിക്കുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആലോചന നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിലായിരിക്കുന്നതും ഒരിക്കലും വൃഥാവല്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവത്തെ കാത്തിരിക്കുന്ന തൻ്റെ ജനം ഹല്ലേലൂയ ദൈവത്തിന്റെ സമയത്ത് ശക്തിയെ പുതുക്കുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, ഹല്ലേലൂയ ദൈവത്തെ വിശ്വാസത്തോടുകൂടെ കാത്തിരുന്നാൽ ഒരിക്കലും ലജ്ജിച്ചു പോകേണ്ടി വരത്തില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം ഹല്ലേലൂയ. ജോസഫിനെ തൻ്റെ സഹോദരങ്ങൾ എന്തുമാത്രം ഉപദ്രവിച്ചോ ഹല്ലേലൂയ, അതേ സഹോദരങ്ങളുടെ മുമ്പാകെ ദൈവം ജോസഫിനെ മാനിച്ചു. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദൈവത്തിന് മുമ്പാകിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ സ്നേഹത്തോട് ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ, നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ മിടുക്ക് കൊണ്ടോ നമ്മുടെ അറിവ് കൊണ്ടോ നമ്മുടെ ജ്ഞാനം കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ജോലി കൊണ്ടോ നമ്മുടെ വരുമാനം കൊണ്ടോ ഹല്ലേലൂയ ഒന്നുമല്ല. ഹല്ലേലൂയ ദൈവത്തെ കാത്തിരിക്കുന്നതിൻ്റെ നന്മയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ പോകട്ടെ. സ്തോത്രം ഹല്ലേലൂയ. യെശയ്യാവ് പ്രോഫറ്റ് യെശയ്യ waited for hallelujah 3 years. ഹല്ലേലൂയ. യേശയ്യാവിൻ്റെ കാര്യം നമ്മൾ ഈ പുസ്തകം യേശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണല്ലോ ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. യേശയ്യാവ് എന്ന് പറയുന്നയാൾ വലിയൊരു പ്രവാചകനായിരുന്നു. ഹല്ലേലൂയ. അദ്ദേഹം സ്തോത്രം ഹല്ലേലൂയ ദൈവത്തെ വിളിച്ച് തീ ഹല്ലേലൂയ ഇറക്കി സ്തോത്രം യാഗപീഠം മുഴുവൻ ദഹിപ്പിച്ചയാളാണ്. സ്തോത്രം ഹല്ലേലൂയ. അത്രമാത്രം ശക്തനായ ഒരു ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു. സ്തോത്രം. എന്നാൽ ഒരു സ്ത്രീയുടെ വാക്ക് കേട്ടപ്പോൾ ഹല്ലേലൂയ ജെസബേലിൻ്റെ വാക്ക് യെശയ്യാവിൻ്റെ കാതിൽ വന്നപ്പോൾ യെശയ്യാവ് പേടിച്ചുപോയി. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഒറ്റ ഓട്ടമായിരുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്നെല്ലാം വിളിച്ചു പറഞ്ഞേച്ചും ഹല്ലേലൂയ ഓടിപ്പോയി ചൂരച്ചെടിയുടെ ചുവട്ടിൽ പോയി ഹല്ലേലൂയ ഹല്ലേലൂയ തല മുട്ടിനിടയിൽ വെച്ചുകൊണ്ട് ഞാനൊന്ന് മരിച്ചെങ്കിൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ. ദൈവമക്കളെ ഹല്ലേലൂയ, നമ്മൾ വിശ്വാസികളാണ്, ശരിയാണ്. ദൈവത്തെ ആരാധിക്കുന്നവരാണ്, ശരിയാണ്. ദൈവത്തിനോട് പ്രവചിക്കുന്നവരാണ്, ശരിയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണ്, ശരിയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വാസത്തിൽ കടന്നു വന്നു ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്നു, എല്ലാം നല്ലതാണ്. എന്നാൽ ചെറിയൊരു വാക്ക് മതി. ഹല്ലേലൂയ ചെറിയൊരു വാക്ക് മതി. ഉടമന ശബ്ദത്തിൽ ദൈവാത്മാവ് ഇടപെടുന്നു. ഹല്ലേലൂയ ഇവിടെ ഇരിക്കുന്ന ജീവിതങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. ഹല്ലേലൂയ
ചെറിയ ചില വാക്കുകൾ കേൾക്കുമ്പോൾ ഹല്ലേലൂയ തളർന്നു പോകരുത്. ഹല്ലേലൂയ ഹല്ലേലൂയ. നീ ഓടുമ്പോൾ ഹല്ലേലൂയ നീ വീഴാതെ സൂക്ഷിക്കുന്നത് നിന്റെ ദൈവമാണ്. ഹല്ലേലൂയ നീ നടക്കുമ്പോൾ നീ തലകറങ്ങി വീഴാതിരിക്കുന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ കരുണയാണ്. അപനാരക്ഷല ഉടന്തലജാരകലക്ഷലവേരി അത്യക്കടകജലാതലക്ഷലവിതലവേരി ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മൈതലേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ സ്നേഹത്തോടെ ദൈവാത്മാവിൽ പറയുന്നു ഹല്ലേലൂയ. ചില വാക്കുകൾ നിന്റെ ഉള്ളിലേക്ക് ശത്രുവാവൻ തൊടുത്തുവിടും. പ്രൈസ് ദി ലോർഡ്. Some words are coming into your hallelujah inside of your heart and you are going to hallelujah completely hallelujah down. വിശ്വാസം വിട്ടു, പ്രാർത്ഥന വിട്ടു, ആരാധന വിട്ടു, ഹല്ലേലൂയ ദൈവകൃപ വിട്ടു, ഹല്ലേലൂയ ഓ ഇതിനകത്തൊന്നും പോയിട്ടൊന്നും ഒന്നും സാധിക്കാനില്ലെന്നേ, ഹല്ലേലൂയ ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്ന ഹല്ലേലൂയ ചില വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ ദൈവം നിന്നെ രക്ഷിച്ചുവെങ്കിൽ, ദൈവം നിന്നെ പ്രവാചകനാക്കിയെങ്കിൽ, ദൈവം നിന്നെ ദൈവത്തിന് മകനാക്കിയെങ്കിൽ, മകളാക്കിയെങ്കിൽ, ഹല്ലേലൂയ God mold you and shape you and give you the strength and the anointing and the healing and everything God gave it to you. Hallelujah. Hallelujah. Don't ever never hallelujah bring a negative words in your mouth. Hallelujah. നിന്റെ വായിൽ ഹല്ലേലൂയ ഹല്ലേലൂയ നിനക്ക് ആഹാരം തരുന്നത് എൻ്റെ ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്രയെല്ലാം പറഞ്ഞ് ചൂരച്ചെടിയുടെ ചോട്ടിലിരുന്ന ഹല്ലേലൂയ യെശയ്യാവിന് ഹല്ലേലൂയ ദൈവം തക്ക സമയത്ത് അപ്പം കാക്കയെ കൊണ്ട് കൊടുപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. തക്ക സമയത്ത് കെരീത്തിലെ തോട്ടിൽ നിന്ന് വെള്ളം ദൈവം കൊടുത്തു. സ്തോത്രം. ദൈവമക്കളെ ഹല്ലേലൂയ 3 വർഷം കാത്തിരുന്നുവെങ്കിലും സ്തോത്രം ഹല്ലേലൂയ ഏത് ജെസബേൽ അവനെ പേടിപ്പിച്ചുവോ ഹല്ലേലൂയ അവളുടെ മുമ്പാകെ കടന്നു ചെന്ന് അവൾക്കെതിരായിട്ട് പ്രവചിച്ച ഹല്ലേലൂയ ഷണ്ണന്മാർ അവളെ ഹല്ലേലൂയ മാളികയുടെ ഉയരത്തിൽ നിന്ന് തള്ളി താഴെയിട്ട് അവളുടെ പിടലി ഒടിഞ്ഞ് രക്തം അതിന്മേൽ ചീന്തിയത് നായ്ക്കൾ നക്കി ഹല്ലേലൂയ കുടിക്കുന്നത് ഈ യെശയ്യാവ് കണ്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ കാത്തിരിക്കുന്നത് വെറുതെയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. കാത്തിരിക്കുന്നത് വെറുതെയല്ല. ഹല്ലേലൂയ. ഏത് വിഷയത്തിന് വേണ്ടി ഞാനും നീ കാത്തിരിക്കുന്നുവോ ഹല്ലേലൂയ whatever you are waiting for hallelujah God Almighty is going to be definitely we bring it to the fulfill. hallelujah അത് നിവൃത്തികരിക്കുന്നത് വരെ കാത്തിരുന്നാൽ ദൈവം നിശ്ചയമായും അത് നമ്മുടെ കണ്ണിന് മുമ്പാകെ സാധിപ്പിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. സമയം മുൻപോട്ട് പോയല്ലോ. ഹല്ലേലൂയ. വെയിറ്റ് അപ്പോൺ ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ ഓർപ്പിക്കാം. ഡിസൈപ്പിൾസ് വെയിറ്റഡ് 3 days for Jesus. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ലിജുവിൻ്റെ വീട്ടിലാണെന്ന് തോന്നുന്നു ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞു സ്തോത്രം എമ്മൗസിലേക്ക് കടന്നുപോയ ശിഷ്യന്മാർ അവരറിഞ്ഞില്ല കർത്താവ് ഉയർത്തെഴുന്നേറ്റ കാര്യം. ഹല്ലേലൂയ. ഒരു സ്ട്രേഞ്ചറെ പോലെ കർത്താവ് കൂടെ നടന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ ഹല്ലേലൂയ നമ്മൾ വിശ്വസിച്ച് ഹല്ലേലൂയ ദൈവത്തോട് സ്തോത്രം ഹല്ലേലൂയ സമർപ്പിച്ച് ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം ചില സമയങ്ങളിൽ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. കർത്താവ് പറഞ്ഞു ഹല്ലേലൂയ ഞാൻ മരിച്ചു അടക്കപ്പെട്ടാൽ ഹല്ലേലൂയ ഉയർത്തെഴുന്നേൽക്കുമെന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു. ഹല്ലേലൂയ. അവർ കാത്തിരുന്നു. സ്തോത്രം. അവർക്ക് അല്പം ഭയമൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് ചില സംശയമൊക്കെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ 3-ാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ നമ്മൾ ഹല്ലേലൂയ കാത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് ഞാൻ സ്നേഹത്തോട് ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് നമ്മളോടൊരു വാക്ക് പറഞ്ഞാൽ അത് ഉവ് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നിന്നെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. ദൈവം നിന്നെ വിടുവിക്കുമെന്ന് പറഞ്ഞാൽ അത് ദൈവം നിന്നെ വിടുവിക്കും. വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുമെന്ന് പറഞ്ഞാൽ ദൈവം നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കേവലം ഒരു ജോലിക്ക് വേണ്ടിയോ വരുമാനത്തിന് വേണ്ടിയോ ഹല്ലേലൂയ ഒന്നുമല്ല
നമ്മൾ ദൈവത്തെ സേവിക്കുന്നതും ആരാധിക്കുന്നതും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തം ഉവ്വയതെന്ന് വിശ്വസിക്കുന്ന, ഇഫ് യു ബിലീവ് ഇൻ ദ ലോർഡ്, ഹല്ലേലൂയ, ഇഫ് യു ഹല്ലേലൂയ ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിൽ വിശ്വസിച്ച് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഹല്ലേലൂയ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനെ അടുത്ത സെഷനും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാട്ട് ഈസ് റിന്യൂവിങ് യുവർ സ്ട്രെങ്ത്? ഹല്ലേലൂയ. എന്താണ് റിന്യൂവൽ എന്ന് പറഞ്ഞാൽ? സ്തോത്രം. ഹല്ലേലൂയ. ഒരു പാസ്പോർട്ട് എക്സ്പയർ ആയാൽ അത് റിന്യൂ ചെയ്യണം. ഹല്ലേലൂയ. അമേരിക്കയിൽ താമസിക്കുന്ന നമുക്കറിയാം, ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഹല്ലേലൂയ എക്സ്പയർ ആയാൽ അത് റിന്യൂ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? there is no validity. പ്രൈസ് ദി ലോർഡ്. വാലിഡിറ്റി ഇല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പൽക്കാലം ഹല്ലേലൂയ ഈ ഹല്ലേലൂയ സഭായോഗത്തിൽ ദൈവാത്മാവ് തന്ന ആലോചന ഞാൻ പറയാം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെപ്പോഴും ഓർത്ത് ഹല്ലേലൂയ നമ്മളെ തന്നെ ഓർപ്പിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഹല്ലേലൂയ, ആർ യു എസ്പയറിംഗ് യുവർ ഫെയ്ത്ത്? ഹല്ലേലൂയ. വിശ്വാസത്തിന് എപ്പോഴെങ്കിലും ഒരു എസ്പയറിംഗ് വന്നിട്ടുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അത് ഹല്ലേലൂയ എക്സ്പയർ ചെയ്തു പോയിട്ടുണ്ടോ? സ്തോത്രം. ഇന്ന് വൽക്കാലം അതൊന്ന് ചിന്തിക്കാം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട സമയത്തുള്ള വിശ്വാസം ഇപ്പോൾ നമുക്കുണ്ടോ? ഹല്ലേലൂയ. സ്നാനപ്പെട്ട സമയത്തുള്ള വിശ്വാസം ഇപ്പോൾ നമുക്കുണ്ടോ? ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ച് ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിച്ച സമയത്തുള്ള ആത്മസന്തോഷം ഇപ്പോൾ നമുക്കുണ്ടോ? ഹല്ലേലൂയ. രോഗസൗഖ്യം വന്നപ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ കരം ഹല്ലേലൂയ നമുക്ക് വേണ്ടി നീട്ടി നമ്മെ രോഗസൗഖ്യം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ തന്ന് ഹല്ലേലൂയ സട കുടഞ്ഞ് എഴുന്നേറ്റ് ഹല്ലേലൂയ ഇനി എഴുന്നേൽക്കത്തില്ല, നടക്കത്തില്ല, സംസാരിക്കത്തില്ല, ഹല്ലേലൂയ ആരോഗ്യം കിട്ടത്തില്ല എന്നെല്ലാം വിധി എഴുതിയ സ്ഥാനത്ത് അതെല്ലാം പൊട്ടിച്ചെറിഞ്ഞ സ്തോത്രം എഴുന്നേറ്റ് ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോഴുള്ള വിശ്വാസം ഇപ്പോഴുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ വിശ്വാസം എക്സ്പയർ ആയിപ്പോയെങ്കിൽ ഇന്ന് വൽക്കാലത്തെ ആരാധനയിൽ ഹല്ലേലൂയ ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് ഓർപ്പിക്കുന്നു, റിന്യൂ യുവർ സ്ട്രെങ്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊരു റിന്യൂവലിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസത്തിനൊരു വാല്യൂ ഉണ്ടായിരിക്കത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. God renewing your faith. ഹല്ലേലൂയ. God renewing your spiritual life. God renewing your courage and strength. ഹല്ലേലൂയ. ഇതെല്ലാം പറയാൻ സമയമില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഞാൻ സ്നേഹത്തോട് ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ, ദൈവം നമ്മളെ റിന്യൂ ചെയ്യുവാൻ നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. നിസാരം ഒരു ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യണമെങ്കിൽ ഹല്ലേലൂയ കുറഞ്ഞ പക്ഷം ഹല്ലേലൂയ അതിൻ്റെ ഓൺലൈനിൽ കയറി അതിനുവേണ്ടിയുള്ള ചില സമയമെടുത്ത് അതിനു വേണ്ട ഹല്ലേലൂയ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്താലേ അത് റിന്യൂ ചെയ്യത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുപോലെയാണ് വിശ്വാസികൾ. ദൈവമക്കളെ, നമ്മുടെ വിശ്വാസം എക്സ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഓടി ദൈവസന്നിധിയിൽ വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാധനയ്ക്ക് വരണം, പ്രാർത്ഥനയ്ക്ക് വരണം. സ്തോത്രം. ദൈവസന്നിധിയിൽ മുട്ടുമടക്കണം. ഹല്ലേലൂയ. we need to ഹല്ലേലൂയ take some time. ഹല്ലേലൂയ. നമുക്ക് മറ്റെല്ലാ കാര്യത്തിനും നമുക്ക് സമയമുണ്ട്. ജോലിക്ക് പോകാൻ സമയമുണ്ട്, പണം സമ്പാദിക്കാൻ സമയമുണ്ട്, മറ്റെല്ലാ കാര്യത്തിനും സമയമുണ്ട്. എന്നാൽ നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ മെനഞ്ഞ, നമ്മളെ ഹല്ലേലൂയ നിലനിർത്തുന്ന ആ സർവശക്തൻ്റെ അടുത്ത് വന്ന്, ദൈവമേ എന്നെ ഒന്ന് ഹല്ലേലൂയ പുതുക്കണമേ, ദൈവമേ എൻ്റെ വിശ്വാസത്തെ ഒന്ന് പുതുക്കണമേ, എൻ്റെ പ്രാർത്ഥനയെ ഒന്ന് പുതുക്കണമേ, ദൈവമേ ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹല്ലേലൂയ ആ വിശുദ്ധ ജീവിതത്തെ ഒന്ന് പുതുക്കണമേ, ഹല്ലേലൂയ എൻ്റെ ഹല്ലേലൂയ ആ സമർപ്പണത്തെ ഒന്ന് പുതുക്കണമേ എന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരാണ്, കാത്തിരിക്കുന്നവരാണ് ഹല്ലേലൂയ ജീവിതത്തെ പുതുക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഈ പറയാൻ സമയമില്ല. ലൈക്ക് ഈഗിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. കഴുകൻ്റെ ചിറക് പോലെ, സ്തോത്രം, എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദാറ്റ് മീൻ? ലൈക്ക് ഹല്ലേലൂയ വിങ്സ് ഓഫ് ഈഗിൾ എന്ന് പറഞ്ഞാൽ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അതിന് 4-ാം അധ്യായം 16-ാം വാക്യം ഒന്ന് വേഗം വായിച്ചേ. ഫസ്റ്റ് തെസ്സലോനിയൻസ് chapter 4 verse 16.
പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ, പ്രൈസ് ദി ലോർഡ്, ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ച്, ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച്, ക്രിസ്തുവിന് വേണ്ടി കാത്തിരുന്ന് ഹല്ലേലൂയ വിശ്വാസത്തിൽ മരിക്കുന്നവരാണ് ക്രിസ്തുവിൽ മരിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന് ജീവിച്ചിരുന്ന കാലം മുഴുവൻ ക്രിസ്തുവിനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ദൈവത്തിൻ്റെ വചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ആരാധനയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയത്തില്ല. ഹല്ലേലൂയ സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ അത് പിന്നിയാട്ടെന്ന് പറയും. ഹല്ലേലൂയ ആരാധിക്കുന്നത് എപ്പോഴെങ്കിലും സമയമുള്ളപ്പോഴാകട്ടെന്ന് പറയും. അങ്ങനെ ദൈവത്തെ കാത്തിരിക്കാതെ, ദൈവത്തെ അനുസരിക്കാതെ, ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കാതെ, ഹല്ലേലൂയ ഇഫ് യു ആർ നോട്ട് വെയിറ്റ് അപ്പോൺ ദ ലോർഡ്, ഹല്ലേലൂയ അറ്റ് എനി കോസ്റ്റ്, പ്രൈസ് ദി ലോർഡ്, അങ്ങനെയുള്ളവർ മരിച്ചാൽ അവർ ക്രിസ്തുവിൽ മരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പാസ്റ്റർമാരൊക്കെ ഹല്ലേലൂയ ബന്ധുക്കളും ബന്ധുമിത്രാദികളും ഒക്കെ ഹല്ലേലൂയ പിണങ്ങരുതല്ലോ എന്ന് വിചാരിച്ച് മരണസമയത്ത് അവിടെ പോയി നിന്ന് ഈ ദൈവദാസനല്ലേ ദൈവദാസി ക്രിസ്തുവിൽ മരിച്ചെന്നൊക്കെ പറയും. എന്നാൽ ഹല്ലേലൂയ അത് സത്യമാകണമെന്നില്ല. ഹല്ലേലൂയ പേഴ്സണലി, ഇഫ് യു ആർ പേഴ്സണലി മേക്കിംഗ് ദാറ്റ് കമ്മിറ്റ്മെൻറ്റ് വിത്ത് ദ ലോർഡ്, വ്യക്തിപരമായി കർത്താവായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വ്യക്തിപരമായി, കഴിഞ്ഞ ദിവസം ലിജു സ്നാനപ്പെട്ടതുപോലെ വ്യക്തിപരമായൊരു തീരുമാനപ്രകാരം സ്നാനപ്പെട്ട് വ്യക്തിപരമായി ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ വായിച്ച് ധ്യാനിച്ച് പഠിച്ച് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ എപ്പോഴും കടന്നു വന്ന് ദൈവത്തെ ആരാധിച്ച് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ മാത്രമേ ഹല്ലേലൂയ കർത്താവിൻ്റെ കാഹളനാദത്തിങ്കിൽ ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ശുശ്രൂഷിക്കുന്നതുകൊണ്ടാണ് ഈ സഭയിൽ ഒരുപാട് കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നത്. കാര്യം പാസ്റ്റർക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല, ഉള്ളതുപോലെ പറയുക. സ്തോത്രം, ഹല്ലേലൂയ. ഒരു ചെവി കൂടെ കയറി മറ്റേ ചെവി കൂടെ പോകരുത്. ഇത് ഹൃദയത്തിലെടുത്ത് ധ്യാനിച്ച് എനിക്ക് ഹല്ലേലൂയ. ലെറ്റ്സ് ക്ലോസ് അവർ ഐസ്. നമുക്കിന്ന് കണ്ണുകൾ അടയ്ക്കാം. ഇന്നൊരു തീരുമാനമെടുക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതായ സുദിനം അധികം വിദൂരമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ കാത്തിരിക്കുന്നവർ കണ്ണുമിക്കുന്നതിനിടയിൽ ഹല്ലേലൂയ പറന്നുയരുന്ന സമയം അധികം വിദൂരമല്ല. ഹല്ലേലൂയ. ആ വലിയൊരു ചാൻസ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകരുത്. സ്തോത്രം. ഈ ആരാധന കൂടിയതിന് ശേഷം ആരും ഹല്ലേലൂയ സ്വർഗം നഷ്ടപ്പെടുത്തരുത്. സ്തോത്രം. ഹല്ലേലൂയ. കണ്ണുകളെ അടച്ചോ, തലകളെ ഉണക്കി ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് വൽക്കാലം ഹൃദയത്തിലൊരു തീരുമാനമെടുക്കാം. ഹല്ലേലൂയ. ഇത് പെന്തക്കോസാകാനുള്ള ഒരു മെസ്സേജ് അല്ല. ഹല്ലേലൂയ. ഒരു കൂട്ടത്തിൻ്റെ കൂടെ കൂടാനുള്ള മെസ്സേജ് അല്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു സഭയുടെ അംഗത്വം എടുക്കുന്ന മെസ്സേജ് അല്ല. ഹല്ലേലൂയ. വ്യക്തിപരമായ ജീവിതത്തിലുള്ള ഹല്ലേലൂയ ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മെസ്സേജാണ്. പ്രൈസ് ദി ലോർഡ്. ആർ യു റിയലി വെയിറ്റിംഗ് ഫോർ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്? ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണോ? അല്ലെങ്കിൽ ഇന്നു മുതൽ യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം. പ്രൈസ് ദി ലോർഡ്. Hallelujah. Dear Heavenly Father, we thank you and praise you for this beautiful morning. ഞങ്ങളുടെ വചനത്തിനു മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. We are completely submitting according to the word of God. Many times we were hearing the word of God, but we never made a commitment to wait upon you, Lord Jesus. Lord, we wanted to wait upon you and renew our strength. Hallelujah. Lord, hallelujah. ഞങ്ങൾ ഹല്ലേലൂയ ബാല്യക്കാരെ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരെ ഇടറി വീഴും. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ക്രിസ്തുവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്നുള്ള വചനത്തിനു മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്ന ഞങ്ങളുടെ ചുറ്റുപാടും അനേകർ ഇടറി വീണുകൊണ്ടിരിക്കുമ്പോൾ, അനേകരെ തളർന്ന് താളടിയാകുമ്പോൾ, അനേകർ കർത്താവെ മരിച്ച ഹല്ലേലൂയ മൺമറയപ്പെട്ടു പോകുമ്പോൾ കർത്താവ് ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്നത് അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാനാണല്ലോ. കർത്താവെ, ഈ ദിവസങ്ങൾ ഞങ്ങളെ ഒന്ന് റിന്യൂ ചെയ്യണമേ. കർത്താവ് ഞങ്ങളെ ഒന്ന് പുതുക്കണമേ. കർത്താവ് ഞങ്ങളെ ഒന്ന് പുതുക്കി പണിയണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് പുതുക്കണമേ. ഞങ്ങളുടെ ആരാധനയെ ഒന്ന് പുതുക്കണമേ. ഞങ്ങളുടെ കർത്താവെ പ്രാർത്ഥനാ ജീവിതം ഒന്ന് പുതുക്കണമേ. കർത്താവിനെ അറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ, കർത്താവിനെ കാത്തിരിക്കുവാൻ, ശക്തിയെ പുതുക്കി ജീവിപ്പാൻ
കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. കർത്താവെ, ശരീരത്തിന് സുഖമില്ലാതെ കടന്നു വരിക്കുന്ന ഗസയ്ക്ക് സൗഖ്യം കർത്താവ് നൽകണമേ. കർത്താവെ, ജിൻസിക്ക് സൗഖ്യം കർത്താവ് നൽകണമേ. ഞങ്ങളുടെ നടുവിൽ കടന്നു വന്ന സുജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരിയെ കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ, ജോമോൻ യാത്രയിലായിരിക്കുന്നുവല്ലോ, കർത്താവ് ജോമോനെ ബലപ്പെടുത്തണമേ. കർത്താവെ, സഭയിൽ കടന്നു വരുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തണം. സ്വർഗം ഹല്ലേലൂയ പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും പരിപാലനവും ഇന്ന് വന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് പൽക്കാലം ചെയ്യുന്ന കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. You want to take the programs?